ബേപ്പൂരിന്റെ പ്രതാപകാലം ഓർമ്മിപ്പിക്കുന്നതാണ് റാസൽ ഖൈമയിലെ ഉരുനിർമ്മാണ കേന്ദ്രം. അറബ് നാട്ടിൽ ഈ ഉരുനിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നതും ഒരു മലയാളി തന്നെയാണ്. മലയാളി നിർമ്മിത ഉരുവിന് ഇന്നും അറബ് നാട്ടിൽ വലിയ തോതിൽ പ്രിയം കൂടുകയാണ്. വള്ളം കളിയുടെ നാടായ കുട്ടനാട്ടിൽ നിന്നോ ഉരുനിർമ്മാണ കേന്ദ്രമായ ബേപ്പൂരിൽ നിന്നോ ഉള്ള ദൃശ്യങ്ങളല്ല ഇവയൊന്നും. കടലിനിക്കരെ റാസൽ ഖൈമയിലെ വള്ളങ്ങളുടെയും ഉരുവിന്റെയും നിർമ്മാണശാലയാണിത്. ബേപ്പൂരിന്റെ ഉരുമഹിമ അറിയാവുന്ന ഒരു സ്വദേശി പൗരൻ രൂപം നൽകിയ കമ്പനി 14 വർഷത്തോളം വള്ളംകളിക്കുള്ള വഞ്ചികൾ മാത്രമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് ഇവിടെ ഉരുവിന്റെ നിർമ്മാണം കൂടി തുടങ്ങിയിരിക്കുന്നു. ഖത്തറിലെ ഒരു ഷൈഖ് കുടുംബത്തിനു വേണ്ടി നിർമ്മിക്കുന്ന ഈ ആഡംബര ഉരുവിന്റെ പണി തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷമായി കാണും. ആദ്യമായിട്ടാണ് ഇവിടെ ഉരു നിർമ്മാണം നടക്കുന്നത്. തേക്കു മാത്രം ഉപയോഗിച്ചുള്ള ഉരുവിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഒരു മലയാളിയാണ്. എടപ്പാൾ സ്വദേശി സുരേഷ്. താഴെ എല്ലാ സൗകര്യത്തോടെയുമുള്ള 3 മുറികളും മുകളിൽ വിശാലമായ മജ്ലിസും എഞ്ചിൻ റൂമും ഉൾക്കൊള്ളുന്ന ഈ ഉരുവിന് പണി തീരുമ്പോഴേക്കും 17 ലക്ഷം ദിർഹമാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. സാധാരണയായി വിനോദത്തിന് ഉപയോഗിക്കുന്ന ഉരുവിന്റെ മുഴുവൻ പണിയും തീരാൻ 2 വർഷത്തോളം എടുക്കാറുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ ഉരു നിർമ്മിക്കുന്നതെങ്കിലും അതിൻ്റെതായ പരിചയക്കുറവുകൾ ഇവരുടെ പണിയിൽ നിഴലിക്കുന്നില്ല. ഞങ്ങൾക്കിവിടെ മെയിൻ വർക്ക് വെച്ചാൽ മറ്റേ റേസിംഗ് ബോർഡിൻ്റെ പണിയാണ്. റേസിംഗ് ഉപയോഗിക്കണം നമ്മുടെ നാട്ടിലെ വള്ളംകളിയില്ലേ, അതിൻ്റെ വർക്കാണ് ഇവിടെ മെയിൻ. ഇതിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുക മാത്രം, കാരണം ഓർഡർ കിട്ടിയപ്പോൾ ഉണ്ടാക്കുക മാത്രം. തേക്ക് വേണം, തേക്കിന് വേണം. പിന്നെ സ്ക്രൂകൾക്ക് മറ്റേ ഉപയോഗിച്ചുള്ള ഫുള്ള് സ്റ്റൈലിൻ സ്റ്റീലിൻ്റെ 4 ഇഞ്ച് സ്ക്രൂ ആണ് ഉപയോഗിച്ചുള്ളത്. പിന്നെ മാജുനുകൾ, ബുക്സി വെച്ചാൽ ഹെമ്പലിൻ്റെ ദ്രാവരൂപത്തിലുള്ള ഗ്ലൂലിയ അത്. അബുദാബിയിലെയും ദുബൈയിലെയും വള്ളംകളികൾ UAE-യിൽ പ്രശസ്തമാണ്. പ്രധാനമായും ഈ മത്സരങ്ങൾക്ക് ആവശ്യമായ വള്ളങ്ങൾ മാത്രമാണ് ഇവിടെ നിർമ്മിച്ചിരുന്നത്. റാസൽ ഖൈമയിലും ഫുജൈറയിലും വള്ളംകളികൾ നടക്കാറുണ്ടെങ്കിലും അബുദാബി വള്ളംകളിക്കാണ് പേരും പെരുമയും. 1.5 ലക്ഷം ദിർഹത്തിനടുത്ത് സമ്മാനത്തുകയുള്ള ഇവിടുത്തെ മത്സരങ്ങൾക്ക് 16 ആളുകൾ കൊള്ളുന്ന 41 അടി നീളമുള്ള തോണിയാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ദുബൈ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിലെ മത്സരങ്ങളിൽ 10 ആളുകൾ കൊള്ളുന്ന 31 അടി തോണികളാണ് ഉപയോഗിക്കാറ്. 15 ദിവസം കൊണ്ട് ഒരു റേസിംഗ് ബോട്ടിന്റെ പണി മുഴുവൻ തീരും. ഒരു മാസം 4 വീതം തോണികൾ ഇവിടെ നിർമ്മിക്കും. 41 ഫീറ്റ് തോണിക്ക് 60,000 ദിർഹവും 31 ഫീറ്റിന് 40,000 ദിർഹവുമാണ് നിർമ്മാണ ചിലവ് വരുന്നത്. UAE-യുടെ ദേശീയ ദിനമായ ഡിസംബർ 2-നാണ് അബുദാബിയിൽ ആദ്യ വള്ളംകളി നടക്കുക. അത് പിന്നീട് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിലായി തുടരാറാണ് പതിവ്. മുഴുവൻ തേക്ക് മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വള്ളങ്ങൾക്ക് പ്രധാനമായും ബർമയിൽ നിന്നുള്ള തേക്കാണ് ഉപയോഗിക്കുന്നത്. UAE-ക്ക് പുറമെ ഒമാനിലേക്കും ഇവിടെ നിന്ന് വള്ളങ്ങൾ നിർമ്മിച്ചു കൊടുക്കാറുണ്ട്. 17 ജോലിക്കാരുള്ള ഇവിടെ 5 മലയാളികളും ബാക്കി തമിഴന്മാരും ബംഗാളികളും പാകിസ്ഥാനികളുമാണ്. എന്തായാലും വള്ളംകളിയുടെ നാട്ടിൽ നിന്നുള്ളവർ തന്നെ ഗൾഫിലെ വള്ളനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അഭിമാനത്തിന് വക നൽകുന്നതാണ്. പണി പൂർത്തിയായി ഈ ഉരു ഖത്തറിലേക്ക് നീന്തി തുടങ്ങും മുമ്പേ ഖത്തറിലേക്ക് തന്നെയുള്ള മറ്റൊരു ഉരുവിനു വേണ്ടി ഉളി അണക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ.